ഹൃദയതാളം. രചന സ്മിത രാജൻ പാല. അവതരണം ജോ വർഗീസ്. തട്ടുകടയിൽ നിന്ന് ചൂട് പറക്കുന്ന പൊറോട്ടയുടെയും ബീഫ് ഫ്രൈയുടെയും മണം വായുവിലേക്ക് പടരുന്നുണ്ടായിരുന്നു. വലിയ ബിസിനസ് സാമ്രാജ്യത്തിന്റെ അധിപനാണ് തൻ്റെ കൂടെ തട്ടുകടയിൽ വന്നത്. അതും വലിയ ആഡംബര കാറിലൊക്കെ വന്നിട്ട് ഇവിടെ ഈ ചെറുപ്പക്കാരുടെ വായിലുള്ളത് കേൾക്കേണ്ടി വരുന്നു. അവൾ ആകെ വിഷമിച്ച് നിന്നപ്പോഴാണ് അവരിൽ ഒരാൾ വന്ന് അങ്ങനെ ചോദിച്ചത്, എന്താണ്, ദിവസക്കൂലിയാണോ? അത് കേട്ടുകൊണ്ടുവന്ന ജോ അവന്റെ അരികിൽ എത്തും മുമ്പ് അത് സംഭവിച്ചു. അവൾ തൻ്റെ തോളിൽ കിടന്ന വാനിറ്റി ബാഗ് ഒരൊറ്റ വീശിൽ അവന്റെ മുഖത്തേക്ക് എറിഞ്ഞു. അപ്രതീക്ഷിതമായ ആ അടിയിൽ അവൻ പിന്നിലേക്ക് വേച്ചുപോയി. ഒറ്റ നിമിഷം കൊണ്ട് അവളുടെ ഭാവം മാറി. അവന്റെ പിന്നാലെ വന്നവൻ അവളെ അടിക്കാനായി കൈകൾ ഉയർത്തി. അവൾ അവന്റെ ഷർട്ടിന്റെ കോളറിൽ ഇടത് കൈകൊണ്ട് കുത്തിപ്പിടിച്ചു. അവന്റെ കണ്ണുകളിൽ ഭയം നിറയും മുമ്പ് അവളുടെ വലത്ത് കൈപ്പത്ത് കൊണ്ട് അവന്റെ കവിളിൽ ശക്തമായി ഒരു അടി പതിച്ചു. തട്ടുകടയിലെ ആ ശബ്ദത്തിന്റെ ഇടയിലും അടിയുടെ ശബ്ദം വ്യക്തമായി എല്ലാവരും കേട്ടു. നിനക്ക് ഒരു ദിവസം മതിയോ എൻ്റെ കൂടെ? അവളുടെ ശബ്ദം ഒരു സിംഹഗർജനം പോലെ അവന് തോന്നി. ആദ്യം അടികൊണ്ടവൻ ദേഷ്യത്തോടെ ഒരു വടിയുമെടുത്ത് അവളുടെ നേരെ പാഞ്ഞു വന്നു. അവൾ വിദഗ്ധമായി ഒഴിഞ്ഞു മാറി. അപ്പോഴേക്കും ജോ വടിയിൽ വന്ന് പിടിച്ചു. ആ സമയം കൊണ്ട് അവൾ അവന്റെ കൈ തിരിച്ചു പിടിച്ച് ഒരൊറ്റ ചവിട്ട് കൊടുത്തു. അവൻ തട്ടുകടയിലെ ബെഞ്ച് തകർത്ത് നിലത്തേക്ക് വീണു. ബാക്കി രണ്ടുപേർ ഓടി വരുന്നുണ്ടായിരുന്നു. അവരെ രണ്ടുപേരെയും ജോ നന്നായി കൈകാര്യം ചെയ്തു. ഇപ്പോ 4 പേരും നിലത്ത് ചുരണ്ട് കിടക്കുകയാണ്. വെറുതെ വിടണമെന്ന് പറഞ്ഞ് അവർ അപേക്ഷിക്കുന്നുണ്ട്. അപ്പോഴേക്കും അവിടെയുണ്ടായിരുന്ന ആളുകളിൽ ചിലർ അവരുടെ അരികിലേക്ക് വന്നു. അവര് ചോദിച്ചാൽ എന്താണ് തെറ്റ്? കാശില്ലാതെയാണോ കഴിക്കാൻ കയറിയത്? വേഷവും ഭാവമൊക്കെ കണ്ടാ പറയോ ഒന്നുമില്ലാത്ത കൂട്ടത്തിലാണെന്ന്? ഇപ്പോ ഇതുപോലെ കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. ചുറ്റിലും നിന്നവരിൽ ഓരോരുത്തരും ഓരോ അഭിപ്രായങ്ങൾ പറഞ്ഞു. അവർ അതൊന്നും കേട്ടതായി പോലും ഭാവിച്ചില്ല. കോടതിയും കേസുമായി നടന്നിരുന്ന ചമേലിക്ക് അതൊന്നും ഒരു പുത്തരിയല്ലായിരുന്നു. ചമേലി നിലത്ത് കിടക്കുന്നവന്മാരെ ഒന്ന് തറപ്പിച്ച് നോക്കിയ ശേഷം തൻ്റെ വസ്ത്രങ്ങൾ ഒന്നുകൂടെ കുടഞ്ഞ് ശരിയാക്കി. എന്നിട്ട് തോളിൽ കിടന്ന മുടി പുറകിലേക്ക് ഒതുക്കി. ആ സമയം ജോ സിറ്റി പോലീസ് കമ്മീഷണറെ വിളിച്ചു. 3-4 സാമൂഹ്യ വിരുദ്ധർ പ്രശ്നമുണ്ടാക്കി ഫോഴ്സിനെ അയക്കണം എന്നാണ് അവൻ പറഞ്ഞത്. കടയുടെ ലൊക്കേഷനും അയച്ചു കൊടുത്തു. 5 മിനിറ്റിൽ സൈറൻ മുഴക്കിക്കൊണ്ട് പോലീസിന്റെ ജീപ്പ് തട്ടുകടയ്ക്ക് മുന്നിൽ വന്നു. ലോക്കൽ സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടറും 2 പോലീസുകാരും ചാടിയിറങ്ങി. വലിയൊരു ക്രമസമാധാന പ്രശ്നം നടന്നു എന്ന് തോന്നുമായിരുന്നു അവരുടെ ഭാവം കണ്ടാൽ. തട്ടുകടയുടെ മുമ്പിലേക്ക് നോക്കിയ SIയുടെ ഭാവം മാറി. മുന്നിൽ നിൽക്കുന്നത് നഗരത്തിലെ ഏറ്റവും വലിയ ബിസിനസ് ഗ്രൂപ്പിന്റെ ഉടമസ്ഥൻ ജോ ആയിരുന്നു. സാറായിരുന്നു വിളിച്ചത്? എന്താണ് പറ്റിയത്? ബഹുമാനത്തോടെ അദ്ദേഹം ചോദിച്ചു. അപ്പോഴാണ് നിലത്ത് ചോരയും ഒലിപ്പിച്ച് കിടക്കുന്ന ചെറുപ്പക്കാരെ അദ്ദേഹം കണ്ടത്. ജോ അവരോട് കാര്യം പറഞ്ഞു. ഇവന് എൻ്റെ പെണ്ണിനൊരു ദിവസത്തേക്ക് വേണമെന്ന്. നിലത്ത് കിടന്ന് ഒരുത്തൻ കഷ്ടപ്പെട്ട് തലപൊക്കി. സാറേ, ഈ പെണ്ണ് ഞങ്ങളൊക്കെ തല്ലിച്ചതച്ച് സാറേ. എല്ലാം ഒടിഞ്ഞു സാറേ. ഞങ്ങളെ ഒന്ന് ആശുപത്രി കൊണ്ടുപോകും. അപ്പോഴാണ് അദ്ദേഹം ചമേലിയെ കണ്ടത്. അയ്യോ, മേഡായിരുന്നോ? അത്രയും പ്രശസ്തമായ വക്കീലിനെ പോലീസുകാർക്ക് അറിയാതെ വരില്ലല്ലോ. ആരോടാ മക്കളെ നിങ്ങൾ കളിച്ചത്? നിയമം തലനാരിഴ കീറി പഠിച്ചവരോടാണോ? വക്കീലാണ് എന്ന് കേട്ടതും ചെറുപ്പക്കാരുടെ കണ്ണുകൾ തള്ളി. ഒരു സാധാരണ പെൺകുട്ടി എന്ന് കരുതിയാണ് അങ്ങനെയൊക്കെ ചെയ്തത്. അവിടെ കൂടി നിന്നിരുന്ന മനുഷ്യരും പതിയെ അങ്ങോട്ട് വലിയാൻ തുടങ്ങി. സർ, ഞാൻ ഇവന്മാരെ ഇപ്പൊ തന്നെ അകത്താക്കാം. ജാമ്യമില്ലാ വകുപ്പുകൾ ചേർത്ത് കേസെടുത്തോളാം, ഇൻസ്പെക്ടർ ജോയോട് പറഞ്ഞു. താങ്ക് യു സാർ. വുമൺ ഹറാസ്മെന്റിന് നല്ലൊരു വകുപ്പും കൂടി ചേർത്തേക്ക്, അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. SI പോലീസുകാരോട് അവരെ ജീപ്പിലേക്ക് കയറ്റാൻ പറഞ്ഞു. ചെറുപ്പക്കാരിൽ ഒരാൾ ചമേലിയെ
വല്ലാത്തൊരു നോട്ടം നോക്കുന്നുണ്ടായിരുന്നു. നിന്നെ പിന്നെ കണ്ടോളാം എന്ന് പറയുന്നത് പോലെ. അവൾ തൻ്റെ വാനിറ്റി ബാഗും തോളിലിട്ട് ജോയെ നോക്കി കണ്ണ് ചിമ്മി കാണിച്ചിട്ട് കാറിൻ്റെ അരികിലേക്ക് നടന്നു. ജോ SI ജോണിനെ കുറച്ച് മാറ്റി നിർത്തി എന്തോ പറഞ്ഞു. സാർ, എനിക്കൊരു 100 രൂപ കടം തരുമോ? ഞാൻ ഗൂഗിൾ പേ ചെയ്തു തരാം. എന്താ സാറേ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ? എടോ, ഇവിടെ ഗൂഗിൾ പേ ഇല്ല. എൻ്റെ കയ്യിലാണെങ്കിൽ ലിക്വിഡ് ക്യാഷും ഇല്ല. ഇവിടെ ക്യാഷ് കൊടുക്കണം. അയ്യോ, അതിനെന്താ സാറേ, ഞാൻ കൊടുക്കാം സാർ. SI വേഗം കടക്കാരൻ്റെ അടുത്ത് ചെന്ന് അവർ കഴിച്ചതിൻ്റെ ക്യാഷ് കൊടുത്തു. പോലീസുകാരനായതുകൊണ്ട് അയാൾ വാങ്ങാൻ കൂട്ടാക്കിയില്ല. പിന്നെ SIയുടെ കയ്യിൽ നിന്ന് ജോ വാങ്ങിക്കൊടുത്തു. SI സ്റ്റേഷനിലെ കാര്യങ്ങൾ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞു. അവർ അവിടേക്ക് വരേണ്ടതില്ല എന്നും അറിയിച്ചു. ജോ കടക്കാരൻ്റെ അടുത്ത് ചെന്ന് നാശനഷ്ടങ്ങൾ സംഭവിച്ചതിൽ മാപ്പ് പറഞ്ഞു. അതിൻ്റെ നഷ്ടപരിഹാരം തരാമെന്നും പറഞ്ഞു. അവൻ നേരെ കാറിൻ്റെ അരികിലേക്കാണ് പോയത്. ചമേലി ആകാംക്ഷയോടെ അവനെ കാത്തിരിക്കുകയായിരുന്നു. ജോ കാറിനുള്ളിലേക്ക് കയറി. എന്തായി? നമുക്ക് ATMിൽ പോയി പൈസ എടുത്തു കൊടുക്കണം. പാവം, അദ്ദേഹത്തിൻ്റെ ബെഞ്ചൊക്കെ ഒടിച്ചു തകർത്തില്ലേ? എന്തുവായിരുന്നു പെർഫോമൻസ്! നിയമത്തിൻ്റെ ലോകത്തെ ചാണക്യം മാത്രമല്ല, കുട്ടിക്ക് അല്പം അടിയും പിടിയും വശമുണ്ട് അല്ലേ? ഇത്രയും ഞാൻ അങ്ങോട്ട് പ്രതീക്ഷിച്ചില്ല കേട്ടോ. അപ്പോൾ ധൈര്യമായി എവിടെയെങ്കിലും പോകാം, ജോ പറഞ്ഞു. കളിയാക്കിയത് മതി കേട്ടോ. അടുത്തുള്ള ATMിൽ പോയി 10,000 രൂപ എടുത്ത് കടക്കാരന് കൊണ്ടുപോയി കൊടുത്തു. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതിയെന്നും പറഞ്ഞു. അവന്മാരിൽ ഒരുത്തനെ എന്നെ നോക്കി ദഹിപ്പിക്കുന്നുണ്ടായിരുന്നു. ഇറങ്ങുമ്പോൾ മിക്കവാറും എന്നെ തട്ടിക്കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. ഇങ്ങള് വന്ന് എന്നെ രക്ഷിക്കുവോ? പിന്നെ ഞാൻ സൂപ്പർമാൻ ആണല്ലോ. എന്ത് രസമായിരിക്കുമല്ലേ ആ സൂപ്പർമാൻ ഡ്രസ്സൊക്കെ ഇട്ട് ജോ വരുന്നതൊന്ന് ആലോചിച്ച് നോക്കിക്കേ. അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എനിക്ക് വലിയ ചിരിയൊന്നും വരുന്നില്ലേ. കഴിഞ്ഞ ദിവസം വേറെ ഏതോ ഒരുത്തനുമായി ഉടക്കി. ഇവന്മാരെല്ലാം കൂടി ഒരുമിച്ച് ചേർന്ന എന്ത് ചെയ്യും? എപ്പോഴും ഞാൻ കൂടെ കാണുമോ? എൻ്റെ കൂടെ എപ്പോഴും ആളുണ്ടാവും എന്ന് വിചാരിച്ചാണോ ഞാൻ ജനിച്ചത്? ഞാൻ പോകുമ്പോഴും എൻ്റെ കൂടെ ആരും വരില്ല. അന്നും ഞാൻ തനിച്ചായിരിക്കും. പറ്റുന്ന പോലെ പ്രശ്നങ്ങൾ നേരിടണം. കൺമുമ്പിൽ അക്രമം നടക്കുമ്പോൾ നോക്കിക്കൊണ്ട് നിൽക്കാൻ എനിക്ക് പറ്റില്ല. അതല്ലടോ, എനിക്ക് പേടിയാണ്. തന്നെ അവർ വല്ലതും ചെയ്യുമോ എന്നുള്ള പേടി. ഇപ്പോൾ കൊണ്ടുപോയ അവന്മാർ ആരാണെന്ന് തനിക്കറിയാമോ? രഞ്ജൻ കർത്തയുടെ ആളുകളാണ്. അയാളെക്കുറിച്ച് ഞാൻ പറയണോ? കോടതി വളപ്പിലിട്ടാണ് കഴിഞ്ഞ ദിവസം ഒരുത്തനെ വെട്ടിക്കൊന്നത്. എന്നിട്ട് ആരെങ്കിലും ഒരാൾ മൊഴി പറഞ്ഞോ? അയാൾക്കെതിരെ ഒരു ഇല പോലും അനങ്ങില്ല. അതാണ് എൻ്റെ ടെൻഷൻ. താൻ ഇവിടെ നിന്ന് കുറച്ച് ദിവസം മാറി നിന്നാലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അങ്ങനെ പേടിച്ചോടാൻ എന്നെ കിട്ടില്ല ജോ. അവന്മാർ കൊല്ലുന്നെങ്കിലേ അങ്ങോട്ട് കൊല്ലട്ടെ. എനിക്കൊരു പേടിയില്ല. അവന്മാരെ നേരിടാനും മരിക്കാനും എനിക്ക് പേടിയുണ്ട് ചമേലി. കണ്ടവന്മാർക്ക് വിട്ടുകൊടുക്കാനും കൊല്ലാനും ഉള്ളതല്ല താൻ. എൻ്റെ പെണ്ണല്ലേ. വീട്ടിൽ നിന്ന് എല്ലാവരും വന്നിട്ടുണ്ട്. അമ്മയും അച്ഛനും ചരണും. ഞാൻ പോയി കണ്ടിരുന്നു. നമ്മുടെ കാര്യങ്ങൾ അവരോട് സംസാരിച്ചു. തൻ്റെ അച്ഛന് വലിയ തൃപ്തിയില്ല. അമ്മ പാവമാണ്. എന്നോട് വലിയ കാര്യമായിരുന്നു. ഇനി എനിക്കറിയേണ്ടത് മറ്റൊരു കാര്യമാണ്. എന്ത് തന്നെ സംഭവിച്ചാലും താൻ എൻ്റെ കൂടെ ഉണ്ടാകുമോ? തന്നെ വിളിച്ചിറക്കിക്കൊണ്ട് പോയാലും പോറ്റാനുള്ളതൊക്കെ എനിക്കുണ്ട്. അവൾ അവനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. എൻ്റെ ശത്രുക്കൾ കൂടിക്കൂടി വരികയാണ്. റിസ്ക് എടുക്കണോ? അവൻ്റെ കാൽ ആക്സിലേറ്ററിൽ അമർന്നു. വണ്ടിയുടെ വേഗത കൂട്ടി. ജോ, ഇവിടെ 80 കൂടുതൽ വേഗതയിൽ പോകാൻ പാടില്ല. എന്തിന് ഇത്ര ദേഷ്യം? ഞാൻ മനഃപൂർവ്വം ഒന്നും ചെയ്തതല്ല. അന്ന് എൻ്റെ ചരണിനെ പോലെയുള്ളൊരു ചെക്കൻ അവൻ്റെ ഭാവി കളയാൻ പാടില്ല എന്ന് തോന്നി. ഇന്നാണേ ഒരു രാത്രി എൻ്റെ കൂടെ കഴിയണമെന്ന് പറഞ്ഞവനെ അടിച്ചത് തെറ്റാണോ? പെട്ടെന്ന് വണ്ടിയുടെ സ്പീഡ് കുറഞ്ഞു. അവൻ ഒന്നും മിണ്ടിയില്ല. അതൊന്നും ഒരു തെറ്റല്ല ചമേലി. നീ സൂക്ഷിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അത് കഴിഞ്ഞ് നീ പറഞ്ഞ മറുപടിയാണ് എനിക്ക് ദേഷ്യം വന്നത്.
റിസ്ക് എടുക്കുന്ന കാര്യം. നാളെ എനിക്കൊരാവശ്യം വന്നാൽ നീ എന്നെ വിട്ടുപോകുമോ? സോറി. ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയാൻ നിന്റെ പക്കൽ എന്തെങ്കിലും വാക്കുകളുണ്ടോ? ഞാൻ തയ്യാറാണ്. എൻ്റെ അമ്മ എനിക്കിഷ്ടമില്ലാത്തതൊന്നും ചെയ്യില്ല. എൻ്റെ ബ്രോയും അങ്ങനെ തന്നെ. എനിക്കും നിന്നെ ഇഷ്ടമാണ്. പിന്നെ ഞാൻ എന്തിനാണ് ഇഷ്ടമില്ലാത്ത ഒരു ബന്ധത്തിലേക്ക് പോകുന്നത്? എനിക്കിഷ്ടമുള്ള ലഡു എൻ്റെ തൊട്ട് മുമ്പിലിരിക്കുമ്പോൾ ഇഷ്ടമില്ലാത്ത ജിലേബി തേടി ഞാൻ ഒരു മൈൽ സഞ്ചരിക്കണോ? ഓഹ് സുഖിച്ചു കിട്ടാ, അവൻ ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു. സുഖിക്കുന്നത് ഒരു കുറ്റമാണോ ഡോക്ടർ? സുഖിപ്പിക്കുന്നത് ഒരു മരുന്നാണ് നേഴ്സേ, അവൻ ചിരിയോടെ പറഞ്ഞു. എല്ലാത്തിനും ഒരു സമയമുണ്ട് ദാസ. സമയമാകുമ്പോ പരിഗണിക്കാട്ടോ. ആ, അത് കേട്ടാ മതി. അവളുടെ മുഖം നാണം കൊണ്ട് അല്പം ചുവന്നു. അപ്പോഴാണ് ഫോണിലേക്ക് ഒരു കോൾ വന്നത്. ആമിയായിരുന്നു അത്.